ഹലോ, ന്യൂ ഇയറിലത്തേക്ക് വേണ്ടിയിട്ട് ഒരു നോട്ട് പാഡും പിന്നെ ഒരു ബുക്കൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് കുറേ ദിവസമായി. ഫസ്റ്റ് ഞാനൊരു നോട്ട് പാഡാണ് ഉണ്ടാക്കുന്നത്. ന്യൂ ഇയറിലുള്ള കുഞ്ഞു കുഞ്ഞു പ്ലാൻസും പിന്നെ ടു ഡു ലിസ്റ്റും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ എഴുതാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് A4 ഷീറ്റ് എടുത്ത് ഈ സൈസിലാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. A4 ഷീറ്റിൽ തന്നെ ചെയ്യണമെന്നില്ല, പഴയ ബുക്കിൻ്റെ പേപ്പർ ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി ഒരു കട്ടിയുള്ള ബാൻഡോ കാർഡ്ബോർഡോ എന്തെങ്കിലും എടുത്തിട്ട് ആ പേപ്പേഴ്സിൻ്റെ സൈസിൽ തന്നെ കട്ട് ചെയ്തെടുക്കണം. നേരത്തെ എന്തോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത കാർഡ്ബോർഡിൻ്റെ ബാക്കിയാണ് ഇത്. പിന്നെ ഇതുപോലെ 2 കുഞ്ഞു പീസും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പേപ്പറിൽ ഈ രീതിക്കൊന്ന് അറേഞ്ച് ചെയ്ത് ഇതൊക്കെ ഒട്ടിച്ചെടുക്കണം. പാഡിൻ്റെ ഒരു ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത്. നമ്മളെടുക്കുന്ന പേപ്പറിൻ്റെ സൈസിലാണ് ഈ ഫ്രെയിം ചെയ്തെടുക്കേണ്ടത്. പേപ്പറിൻ്റെ സൈസിനേക്കാളും കുറച്ചും കൂടി വലുതായാലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇതിൻ്റെ സൈഡിൽ എക്സ്ട്രാ നിൽക്കുന്ന പേപ്പറൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സൈഡും കൂടി മടക്കി ഒട്ടിച്ചെടുക്കണം. ഇനി ആ ചെറിയ പീസ് കാർഡ്ബോർഡ് വെച്ച ഭാഗത്ത് ഇതുപോലെ ഒന്ന് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മടക്കി എടുക്കണം. ഇനി പേപ്പറൊക്കെ അറേഞ്ച് ചെയ്ത് ഹോളിട്ടെടുക്കണം. പേപ്പറിൽ ഹോളിട്ടിട്ട് ഫ്രെയിമിൽ ഹോളിടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഫ്രെയിമിൽ ഹോളിട്ട് അതേ സ്പേസിൽ പേപ്പറിലും ഒന്നുകൂടി ഹോളിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കെട്ടിയെടുക്കണം. എക്സ്ട്രാ പേപ്പേഴ്സ് വീണ്ടും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനിത് നൂല് വെച്ചിട്ട് കെട്ടിയെടുക്കുന്നത്. ഇതാകുമ്പോൾ ആവശ്യമുള്ളപ്പോൾ നമുക്കിത് അഴിച്ച് വീണ്ടും പേപ്പേഴ്സ് ആഡ് ചെയ്ത് കെട്ടിയെടുക്കാൻ പറ്റുമല്ലോ. കെട്ടുമ്പോൾ അത്യാവശ്യം ടൈറ്റായിട്ട് തന്നെ കെട്ടാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഊരിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയൊരു ഭംഗിക്ക് വാഷി ടേപ്പും കൂടി ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിലുള്ള ന്യൂ ഇയർ പ്ലാൻസൊക്കെ കൂടി ഇതിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ജേർണലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിൻട്രസ്റ്റിൽ നിന്നാണ് ഈ പിക്ചേഴ്സൊക്കെ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഓരോ ഷീറ്റായിട്ട് കട്ട് ചെയ്തെടുത്ത് ഒരുമിച്ച് പിൻ ചെയ്ത് വയ്ക്കാമെന്ന് കരുതി. അതാകുമ്പോൾ ആവശ്യമുള്ള സമയത്ത് നമുക്ക് ഇതെല്ലാം ഒരുമിച്ച് തന്നെ എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് സെലക്ട് ചെയ്യാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ടാഗ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കിയ പേപ്പർ സ്റ്റിക്കേഴ്സും കൂടി ഇതിൽ തന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് സ്റ്റിക്കേഴ്സ് ഒന്നും കൂടി എഴുതി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് 1-2 പിക്ചേഴ്സ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുക്കേണ്ട ഷേപ്പിൽ ഇതുപോലെ നൈഫ് വെച്ചിട്ടൊന്ന് വരച്ചെടുത്താൽ മതി. ഈ സ്റ്റിക്കേഴ്സ് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഈ ബുക്കായിട്ട് വയ്ക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഇത് കട്ട് ചെയ്ത് വയ്ക്കുമ്പോഴാണ്. അതാകുമ്പോൾ ആവശ്യമുള്ള സമയത്ത് എടുത്തങ്ങ് ഒട്ടിച്ചാൽ മാത്രം മതി. പക്ഷേ എനിക്ക് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ കട്ട് ചെയ്ത് ഒട്ടിക്കുന്നത് ഇഷ്ടമാണ്. കട്ട് ചെയ്തെടുത്ത സ്റ്റിക്കേഴ്സ് ഈ ഫ്രണ്ട് പേജിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.